കാണുന്നതാണ് നമ്മുടെ എൽസിയും നമ്മുടെ ഹമ്മറിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സസ്പെൻഷനൊക്കെ നോക്കിയേ ലാൻഡ് ക്രൂസറിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ലാൻഡ് ക്രൂസർ വാങ്ങിച്ചിട്ടുണ്ട്. ലാൻഡ് ക്രൂസിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഒരു കിടിലൻ വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ മാക്സിമം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പലരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ആക്കിയിട്ടുള്ളൂ. അതുപോലെ നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങണമെന്നുള്ളത്, നെക്സ്റ്റ് ഇത് കാർ വാങ്ങണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കിടിക്കാച്ചി RC കാർസൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. സോ ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല നമ്മുടെ ഇൻട്രൊഡക്ഷൻ. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ലാൻഡ് ക്രൂസർ, ഇതാണ് നമ്മുടെ ലാൻഡ് ക്രൂസർ ഗൈസ്. സോ ഈ ഒരു മോഡലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇതിന് തന്നെ വേറൊരു മോഡലും കൂടി ഉണ്ട്, ഈ ഒരു മോഡലുണ്ട്. സോ നിങ്ങൾ ഒരു 5K ലൈക്ക് തരണമെങ്കിൽ നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു മോഡൽ ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഫൈനലി നമ്മുടെ LC നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്, ലാൻഡ് ക്രൂസർ. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതുപോലത്തെ കിടക്കാച്ചി പെട്ടിയിലേക്കാണ് നമ്മുടെ ഐറ്റം വരുന്നത് കേട്ടോ. വേറെ എവിടെ നിന്നല്ല നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്, നമ്മുടെ യൂക്ലിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് ഈ വട്ടം ഓർഡർ ചെയ്തത്. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതേപോലെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഞാൻ താഴെ ഇവരുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ RC കാർസൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ് വാങ്ങിയ നമ്മുടെ ഹമ്മർ റിവ്യൂ നമ്മൾ അവിടെ തന്നെ വാങ്ങിച്ചത്. സോ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലാൻഡ് ക്രൂസറാണ്. അതും ഈ കാണുന്ന മോഡലാണ് കേട്ടോ. ഇവിടെ തന്നെ വേറൊരു മോഡലുണ്ട്, ഈ കാണുന്ന മോഡലുണ്ട്. സോ ഈ വീഡിയോക്ക് നിങ്ങളൊരു 5K ലൈക്ക് നിങ്ങൾ തരാണെങ്കിൽ ഈ കാണുന്ന റെഡ് കളറുള്ള ലാൻഡ് ക്രൂസർ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ പ്രൈസ് ഭയങ്കര കുറവാണ്. നമ്മുടെ ഈ കാണുന്ന പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് വെറും 9,500 രൂപ മാത്രമേ ഉള്ളൂ. പുറത്ത് ഇതിന് 12,000 രൂപ 13,000 രൂപയൊക്കെ വില വരുന്നുണ്ട്. സോ നമ്മുടെ ഈ യൂക്ലിക്കിൻ്റെ പേജിൽ 9,500 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യം ഹമ്മർ നമ്മൾ 18,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. സോ അത് വാങ്ങിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ഒരെണ്ണം ഇറക്കണമെന്ന്. സോ ആ 18,000-ൻ്റെ നേർ പകുതി റേറ്റ് ഈ വരുന്നതിനുള്ളൂ. സോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പെട്ടിയുടെ മുമ്പിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ലാൻഡ് ക്രൂസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് അപ്ഗ്രേഡഡ് മോഡലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇത് 1:12 സ്കെയിലാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇത് ടൊയോട്ടയുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ലാൻഡ് ക്രൂസർ ഉണ്ട്. അതും MNRC എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. പെട്ടിങ് കാര്യങ്ങൾ വരുന്നത് ഇതുപോലെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ വേറൊരു കാർഡ്ബോർഡ് പെട്ടിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല സേഫ് ആയിട്ട് വരുന്നത് കണ്ടോ, ഒരു ഡാമേജ് പോലും ഇല്ലാണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ ബോക്സ് വരുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ അപ്ഗ്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഇതിൽ കാണാൻ പറ്റും. സോ നമുക്കിത് അടിപൊളിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്ന കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ കാണുന്ന കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഈ കാണുന്ന കമ്പനി ഈ കാണുന്ന കളേഴ്സിലൊക്കെ സംഭവം ഇറക്കുന്നുണ്ട്. വാണിങ്ങും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ റിമോട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പെട്ടിയുടെ മേലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിത് എന്തായാലും തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ ഹമ്മർ വന്നിരുന്നത് 1:18 സ്കെയിലാണ്. ഇത് 1:12 സ്കെയിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. സോ നമുക്ക് തുറക്കാം, ഓപ്പൺ ചെയ്യാം. വേറൊന്നുമില്ല, നമുക്ക് ഇതേപോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. സോ ഇതിനുള്ളിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിലിൽ പറഞ്ഞുതരാം. ഇത് തുറന്നിട്ട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇതിന്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. MN മോഡലിന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലാൻഡ് ക്രൂസറിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാർ ഒന്ന് മാറ്റി വയ്ക്കുക. കാണുന്നതാണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള റിമോട്ട് കൺട്രോളാണ്. ഗൈസ് ചെറിയൊരു പണി കിട്ടി. ഞാൻ ഇതിന്റെ മേലെ നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വണ്ടിയുടെ മേലെ ഞാൻ കയറ്റി വെച്ചു. സോ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതെന്തായാലും ഞാൻ ഇതിൻ്റെ മേലെ വെച്ചു. പക്ഷേ നമ്മൾ ക്യാമറ ഓണൊക്കെ മറന്നുപോയി, അതാണ് ഉണ്ടായത്. സോ ഇതിൻ്റെ മേലെ ഞാൻ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐറ്റംസ്. സോ ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ, കണ്ടാ. നമുക്ക് ഇതുപോലെ ഞാൻ തുറക്കാനൊക്കെ പറ്റും കണ്ടാ. ഇതിൻ്റെ മേലെ ഇരിക്കണ ഈ കളറുള്ള സംഭവമുണ്ട്. ഇതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. പക്ഷേ ഞാനിത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ഐറ്റം അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബാറ്ററി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാറ്ററി എടുക്കാം. അടാ ഈ കാണുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി നമ്മുടെ RC ലാൻഡ് ക്രൂസർ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയും കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും നടക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കാൻ. വാവ്, നൈസ്, അടച്ചു. പിന്നെ ടയറൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടില്ല കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഷോക്കപ്പ് കാണിച്ചു തരാം. വേറെ ലെവലാണ് ഷോക്കപ്പ്. വാവ്, മൊത്തത്തിലുള്ള ഷോക്കപ്പ് ഒക്കെ അടിപൊളി. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ ടയർ കുറച്ച് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ടൊയോട്ടയുടെ ലോഗോയും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ
ഇതാണ് നമ്മുടെ ടോട്ടൽ വണ്ടി എന്ന് പറയുന്നത് 1:12 സ്കെയിലാണ് നമ്മുടെ ഐറ്റം വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിൻ്റെ അടിഭാഗത്തും പ്ലാസ്റ്റിക് ആണ്, അല്ലാതും പ്ലാസ്റ്റിക് ആണ്. നമുക്ക് മെറ്റൽ ഒന്നും വരുന്നില്ല, ഫുള്ള് പ്ലാസ്റ്റിക് ആണ് കണ്ടാ. പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിലും അടിപൊളി പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റിയും. അത് നമുക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ആ ഒരു ക്വാളിറ്റിയിൽ. കാണുന്നതാണ് നമ്മുടെ LCയും നമ്മുടെ ഹമ്മറിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയുന്നത് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും എനിക്ക് കുറച്ചും കൂടിയും നമ്മുടെ LC അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടിയും കണ്ട ഈ ബമ്പറും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അടിപൊളിയായി. ടൊയോട്ടയുടെ എംബ്ലം. നമ്മുടെ ഹമ്മർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ കുറച്ചും കൂടിയും ഇഷ്ടം ഇപ്പോൾ ഇതിനോട് വന്നൊരു സംശയം. കാണുന്നത് ഇത് 1:12 സ്കെയിലാണ് നമ്മുടെ LC വന്നിരിക്കുന്നത്. നമ്മുടെ ഹമ്മർ 1/18 സ്കെയിലാണെങ്കിൽ നമ്മുടെ ലാൻഡ് ക്രൂസർ വന്നത് 1/12 സ്കെയിലാണ്. പക്ഷേ ഇതിൻ്റെ കണ്ടാ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് ഇത് കാണുന്നതാണ്. ചെറിയൊരു പൊടിക്കൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ അതേപോലെ തന്നെ ബോഡിയിൽ ചെറിയൊരു എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ 2 ഐറ്റം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ യൂക്ലിക്കിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയതാണ്. താഴെ നമ്പർ കൊടുത്തേക്കാം. ഈ 2 വണ്ടിയും മറ്റേ പെർഫോമൻസിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും. സോ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഒരു പെർഫോമൻസ് അറിയാൻ പറ്റും. ഇനി നമുക്കിതിനി ഓണാക്കി നോക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. സോ ഇതിൽ ബാറ്ററിയും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ ബാറ്ററി ഇടണം. അതിനുശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഹമ്മർ EVത്തെ നമ്മുടെ ഈ കാണുന്ന റിമോട്ട് ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിലെ ഓപ്ഷൻസ് കുറവാണ്, അതുപോലെ തന്നെ പ്രൈസും കുറവാണ്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കുറവാണ് കേട്ടോ. ഈ കാണുന്ന ഓപ്ഷൻസൊക്കെ വന്നിട്ടുള്ളൂ. സോ അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, ഇതിങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെയാണ് ഇവിടെ ഓണാക്കുള്ള സ്വിച്ച് വന്നിരിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം അവിടെ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ റിമോട്ടിൽ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കണം. ബാറ്ററി അതിൻ്റെ കൂടെ വരുന്നില്ല, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓണാക്കി കഴിയുമ്പോൾ ഓക്കെ ഓൺ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റീറിങ്ങും ആ സീറ്റ്സും നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സാധനം വെക്കാൻ മറന്നുപോയി. ഈ കാണുന്ന ഒരു ഐറ്റം വെക്കാൻ മറന്നുപോയി. അത് ഈ കാണുന്ന ഈ ബമ്പറിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ചെറുതായിട്ടൊന്ന് മാറി. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐറ്റം ഒന്ന് ഓടിച്ച് നോക്കണം. അതിന് മുമ്പായിട്ട് ഇതിൽ മറ്റേ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ അതിൽ ഡ്രാഗ് ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലോ സ്പീഡിലായിരിക്കും ഡ്രാഗ് ബ്രേക്ക് ഉണ്ടാവുക. പിന്നെ 2 ഗിയേഴ്സാണ് വരുന്നത്, 2 സ്പീഡ്സാണ് വരുന്നത്. അതിൽ സെക്കൻഡ് സ്പീഡിൽ നമുക്ക് ഡ്രാഗ് ബ്രേക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മുടെ ഹമ്മറിൽ 2 സ്പീഡിൽ നമുക്ക് ഡ്രാഗ് ബ്രേക്ക് കിട്ടും ചെയ്യും. അത് 2ലും നമുക്ക് ഡ്രാഗ് ബ്രേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ട്. പക്ഷെ കാണാൻ ലുക്ക് എനിക്ക് എന്തായാലും LC ഭയങ്കര ഇഷ്ടപ്പെട്ടു. സസ്പെൻഷനൊക്കെ നോക്കിയേ, എന്തൊട്ട ഒറിജിനാലിറ്റി. നമുക്ക് ഇവനെ കൊണ്ടൊരു ഓഫ് റോഡ് പോകണം. അതിന് മുന്നായിട്ട് എല്ലാ ടെറൈനിലും ജസ്റ്റ് ഓടിച്ച് നോക്കണം, നമ്മൾ എല്ലാ വണ്ടി ചെയ്യണ പോലെ. പിന്നെ ഇതിൽ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഓഫ് ആവും. പക്ഷേ ലൈറ്റ് ഓഫ് ആയാലും ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വർക്കൗട്ട് ആവണ്ട, ഇൻഡിക്കേറ്റേഴ്സ് വർക്കാവും. പക്ഷേ ഇതിൽ നമുക്ക് ഒരു വട്ടം അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വർക്കാവും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ LCനെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. സോ പുറത്ത് പോയിട്ട് കൊണ്ട് സ്പീഡും ഇതിൻ്റെ ഓഫ് റോഡും എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ടെസ്റ്റിംഗ് നടത്താനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ സ്ലോ സ്പീഡാണ്. സ്ലോ സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫ് റോഡ് കയറാനുള്ള സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. സോ അതാണിത്. പിന്നെ ഇവിടെ ഈ കാണുന്ന ബട്ടൺ കണ്ട, ഇതൊരു വട്ടം അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സ്പീഡ് കൂടും കണ്ടാ. പക്ഷെ നമ്മുടെ ഹമ്മറിൻ്റെ അത്ര സ്പീഡില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. വാവ്. നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹമ്മറും ഇവനും വെച്ചിട്ടുള്ളൊരു LC വേഴ്സസ് ഹമ്മർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇനിയും RC കാർസൊക്കെ വരാനുണ്ട്. സോ അത് അല്ലാതും നമുക്ക് ഇങ്ങനെ കമ്പാരിസൺ പോലെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ യൂക്ലിക്കിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. സോ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ നിന്ന് ഓടിച്ച് കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ലോ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ സ്പീഡ് മാറ്റാൻ പോവാണ്. വാവ് ഗൈസ്, ഈ സ്പീഡിൽ നമ്മുടെ ഐറ്റം അടിപൊളിയായിട്ട് പോകും. നമ്മൾ ഇവനെ ഈ കാണുന്ന കുറച്ച് കല്ലുണ്ടല്ല, ഇതിൻ്റെ മേലെ കൂടെ ഓടിക്കാൻ പോവാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന്. കല്ലിൻ്റെ മേലെ കൂടെ അങ്ങനെ കയറാൻ പോവാണ്. വാവ്,
സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് എടുക്കാൻ പോവാണ്. എൻ്റെ മോനെ, ഈ കാണുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ഹമ്മറിൻ്റെക്കാളും കുറവാണ്. അതുകൊണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ തട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. ഉണ്ടാവും ഈ ഇവിടെ കണ്ട കുറവാണ്. പക്ഷെ ഹമ്മറിൻ്റെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഐറ്റം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് എല്ലായിടത്തും കയറി പോണത്. സോ ഇവനെ നമുക്കൊന്ന് റോഡിൽ നമ്മുടെ പറമ്പിൽ കൊണ്ടിരുന്ന് ഓടിക്കാട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ കാണിച്ചു തരാം കറങ്ങുന്നത്. സോ ഇതാണ് ഇങ്ങനെ കറങ്ങുന്നത്. ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു സംഭവം ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വാവ്, കമ്പനി അങ്ങനെ കൊടുത്തതാണ്, അല്ലാണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ വളഞ്ഞതല്ല. റിമോട്ടിലൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ഐറ്റം ഒന്നുമില്ല, നമ്മുടെ ആ മുന്നത്തെ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി കൂടുതൽ തിരിച്ചേക്കുള്ള ഒരു ഐറ്റമാണ്. അത് എല്ലാ RC-കാരനും വരുന്നതാണ്, എല്ലാ ബേസ് മോഡലിനും വരുന്നതാണ്. ഇത് നമ്മുടെ കുറച്ച് ഹോബി റൈഡ് മോഡലാണ്. കണ്ട അതിൻ്റെ ഡ്രാഗ് ബ്രേക്ക് ഇരിക്കണണ്ട, കണ്ട ഇതിങ്ങനെ ഇരിക്കണണ്ട സംഭവം. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു ഐറ്റം ഉണക്കി കഴിഞ്ഞാൽ ഈ ഡ്രാഗ് ബ്രേക്ക് വിടും. കണ്ട ഡ്രാഗ് ബ്രേക്ക് ഇല്ല തന്നെ, കണ്ട പോകണുണ്ടോ, അത് സ്മൂത്തായിട്ട് പോകണുണ്ടോ. ഡ്രാഗ് ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥയാണ് അതേപോലെ സ്മൂത്തായി പോണത്. ആ സ്ഥലത്ത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം കണ്ട എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇവനെ ഈ കാണുന്ന ഒരു ക്യാറ്റുണ്ട് ജസ്റ്റ് അത് കയറ്റി വെക്കാം. നമ്മുടെ ഹമ്മർ നമ്മൾ കയറ്റി വയ്ക്കായിരുന്നു, സിമ്പിളായിട്ട് കയറിപ്പോയി. ഇവനും സിമ്പിളായിട്ട് കയറി പോവും. കണ്ടാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വാവ്, നൈസ്. ഇറങ്ങി പോണതും സിമ്പിളായിട്ട് പോകും. പക്ഷെ ഇതിപ്പോൾ ഫസ്റ്റത്തെ സ്പീഡായതുകൊണ്ട് ഡ്രാഗ് ബ്രേക്ക് ഉണ്ടാവും. അതുകൊണ്ട് എവിടെ നിന്നാലും അതേപോലെ നിന്നിട്ടാണ് പുള്ളിക്കാരൻ പോവുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കയറ്റുണ്ട്. ഇത് നമ്മൾ ഹമ്മർ സിമ്പിളായിട്ട് കയറ്റിയതാണ്. അപ്പോൾ അവിടെയും കൂടി ഇത് കയറാൻ പറ്റും നോക്കാം. സോ ദേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ടാണ് കണ്ടാ ഈ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ആയിരിക്കണം. കണ്ടാ നമ്മളിപ്പോൾ ആ ഒരു കുഴിയുടെ അവിടെ നിന്ന് മാറ്റി വെച്ചപ്പോൾ കണ്ടാ പിന്നെ പുള്ളിക്കാരൻ സിമ്പിളായിട്ട് കയറുണ്ടാവും. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ ഇതിനെ ഇറക്കി നോക്കാം. ഇറങ്ങുമ്പോൾ തലകുത്തി വീണ കാര്യം ഉണ്ടാവില്ല. പക്ഷേ കണ്ടാ ഐറ്റം ആ പിടിച്ച് പിടിയിരിക്കണണ്ട. വാവ്, അതാണ് ഡ്രാഗ് ബ്രേക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത്. കണ്ടാ സിമ്പിളായിട്ട് ഇറങ്ങി പോരുന്നത്. സസ്പെൻഷനൊക്കെ അടിപൊളിയാട്ടാ, നല്ല രീതിയിൽ സസ്പെൻഷനൊക്കെ വർക്കാവുന്നുണ്ട്. വാവ്, വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ഇത് ബാക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ലൈറ്റ് കണ്ടാ ലൈറ്റ് കത്തും. നമ്മുടെ ഹമ്മറിന് ഈ കാരണം ലൈറ്റ് കത്തില്ല. അതേപോലെ തന്നെ ബാക്കിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. കണ്ടാ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വരണണ്ട. അവിടെ നമുക്ക് ഹമ്മറിന് ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല, ബാക്കിൽ റെഡ് ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്ലും കട്ടയൊക്കെ ഭയങ്കര ഒരു ഓഫ് റോഡ് ലെവലാണ്. സോ ഇതിൻ്റെ സസ്പെൻഷൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ടെന്ന്. വാവ്, 1200 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് ടൈം കിട്ടും ഓടിച്ച് കളിയാനായിട്ട്. വാവ്, നല്ല രസമുണ്ട് ഇത് പോകണം കാണാനായിട്ട്. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. സോ ഗൈസ്, അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം.